ബ്രഹ്മപുത്രിയാണ് സന്ധ്യ. താൻ ചെയ്തു പോയ പാപത്തിന് പരിഹാരമായി ചന്ദ്രഭാഗ നദിക്കരയിൽ അവൾ പ്രാണത്യാഗം ചെയ്തു. ശിവന്റെ നിർദ്ദേശപ്രകാരം അഗ്നി ആ ശരീരത്തെ ശുദ്ധി ചെയ്ത് സൂര്യനെ ഏൽപ്പിച്ചു. സൂര്യൻ ആ ശരീരത്തെ രണ്ടാക്കി തൻ്റെ തേരിൻ്റെ മുന്നിലും പിന്നിലുമായി സ്ഥാപിച്ചു. അതത്രേ പ്രഭാത സന്ധ്യയും സായം സന്ധ്യയും. അഖിലാണ്ടേശ്വര അയ്യപ്പ മനസിജ മോഹന അയ്യപ്പ. നമ്മുടെ ആത്മാവിനെ നമ്മൾ ഭഗവാന്റെ ദേഹത്ത് അഭിഷേകം ചെയ്യുമ്പോൾ ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള വലിയ തത്വം നമ്മൾ പഠിക്കുമായിരുന്നു. അതിന് തത്വമസി എന്ന് പറയുന്ന വാചകം ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഉണ്ടാവണം എന്നുള്ള നിർബന്ധം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അത് പിൽക്കാലത്താണ് ആ ചിത്രമൊക്കെ അവിടെ വരുന്നത്. ശ്രീധർമ്മശാസ്താവ് ഇവിടെ ഭാര്യാപുത്ര സമേതനായി തികച്ചും ഗാർഹസ്ഥ്യഭാവത്തിലാണ് കുടികൊള്ളുന്നുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത.